ശ്രീ ജെയ്ക്സി തോമസ്, ഈ മുഖ്യമന്ത്രി കണ്ണൂരിൽ ആക്രമിക്കപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ആക്രമിക്കപ്പെട്ട കേസ് ഇന്നലെയും ഇന്നൊക്കെയായി കണ്ണൂരിൽ വിചാരണ നേരിടുകയാണ്. നിങ്ങളുടെ 2 മുൻ MLA അടക്കമുള്ള 114 പ്രതികളാണ് ആ കേസിലുള്ളത്. അങ്ങനെ സംഭവിച്ചിട്ട് എന്താണ് പ്രതികരണമായി ഉണ്ടായത്? ഇവിടെ വധശ്രമമെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ അതിന് സമാനമായതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്താണ് നിങ്ങൾ കാണിച്ചത്? അതിലേക്ക് വരാം. യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പല സംവാദത്തിൽ ആവർത്തിക്കപ്പെട്ടതുപോലെ മുഖ്യമന്ത്രി, അതായത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായി നമ്മളുടെ നാട്ടിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്നിട്ടുള്ള ഈ കേസിലെ പ്രതിയുടെ വാചകങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഈ കേസിൽ സ്വർണം കടത്തിയില്ലേ, പണം കടത്തിയില്ലേ, ഇതായിരുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തത്. അങ്ങ് ചോദിച്ചു എവിടെയാണ് തെളിവ്, ഏതാണ് കേസ്? കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള KPCC പ്രസിഡന്റ് ഈ പച്ചക്കള്ളങ്ങൾ ഇതേപോലെ ഇന്നലെ ആവർത്തിച്ചതാണ് അങ്ങയുടെ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾക്ക് മുമ്പിൽ. പക്ഷേ ഏത് കേസ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി പറയാനില്ല. ബാക്കി എല്ലാം അറിയുന്ന അരുമയായ ഗുണ്ടാ സംഘത്തെ കുട്ടികളെന്ന് വിളിക്കുന്ന നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചു, അങ്ങയുടെ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ പച്ചക്കള്ള ഇങ്ങനെ പറഞ്ഞല്ലോ ഇന്നലെ. അപ്പോൾ പറയുകയാണ് ഞാനത് കണ്ടിട്ടില്ല. KPCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം യൂത്ത് കോൺഗ്രസ് നേതാവിന് പോലും കാണാൻ കൊള്ളത്തില്ലാത്തതൊന്നാണോ? അങ്ങ് വിശദീകരിക്കുക. പിന്നെ അങ്ങ് പറയുകയുണ്ടായി ഈ കേസ്, ഈ മൊഴിയെ സംബന്ധിച്ച് കോൺഗ്രസ് സമരത്തിന്റെ ആവശ്യം എന്താണ്? അതായത് മലയാള മനോരമയുടെ തന്നെ വാർത്താലേഖകന്റെ വാർത്തകൾ പ്രകാരം ഈ മൊഴികൾ ഇപ്പോൾ വന്നിട്ടുള്ളതല്ല. കസ്റ്റംസ് നോട്ടീസ് കൊടുത്ത് ഏതാണ്ട് ഒരു വർഷക്കാലത്തിന് പുറകിൽ 44/2020-21 നോട്ടീസിന് മറുപടിയായി ഇതേ കേസിലെ സ്വർണ്ണക്കടത്ത് കേസിലെ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളുടെ പ്രതി അന്ന് കസ്റ്റംസിന് മൊഴി കൊടുത്തു. കസ്റ്റംസ് അന്വേഷിച്ചു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചു, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നിട്ട് 97 കൺവിക്ഷൻ റേറ്റ് ഉള്ള NIA അന്വേഷിച്ചു. തെളിവിന്റെ ഒരു തരുമ്പ് കിട്ടിയിട്ടില്ല ഇതുവരെ. ആ കേസിലെ പ്രതി വീണ്ടും ഒരു മൊഴി പറഞ്ഞപ്പോ അത് തലയിൽ ചുമന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്യട്ടെ, തെളിവ് എവിടെയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ആങ്കറിനോട് ചോദിച്ചതുകൊണ്ടല്ലോ. ഇവിടെ ഈ ഡൽഹിയിൽ അങ്ങയുടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഖിലേന്ത്യാ നേതൃത്വം ഇനിയും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പോയിട്ടില്ലാത്ത ബഹുമാനിയായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി അറിഞ്ഞുണ്ടല്ലോ ഇരിക്കാൻ മനോരമ ന്യൂസിന്റെ ഫ്ലോറിൽ പോലും കസര കിട്ടില്ല. കാരണം എന്താ? ഒരു തെളിവും ഇല്ലാഞ്ഞിട്ടാണോ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി കേസ് ED ചാർജ് ചെയ്തത്? കേരളത്തിലെ ED ചാർജ് ചെയ്യുമ്പോൾ അതിന് തെളിവ് എന്നുള്ളതാണോ നിങ്ങളുടെ അങ്ങയുടെ നിലപാട്? അങ്ങേക്ക് വിശദീകരിക്കണം. ഇവിടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരടക്കം ഇവിടെ ഡൽഹിയിൽ വന്ന് സമരം ചെയ്ത് ഭക്ഷണം ഈ ഒറ്റ ചിന്തയുള്ളൂ, ഭക്ഷണം മർദ്ദനം ഏറ്റുവാങ്ങുമ്പോൾ കേരളത്തിലെയും ഡൽഹിയിലെയും EDയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 2 അഭിപ്രായമല്ല ഉള്ളത്, ഞങ്ങൾക്ക് ഒരൊറ്റ അഭിപ്രായം ഉള്ളത്. ആ ഒറ്റ അഭിപ്രായത്തിൽ വാശി പിടിക്കാൻ കഴിയില്ല. പിന്നെ അങ്ങ് ചൂണ്ടിക്കാണിച്ചു, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കണ്ടോൺമെന്റ് ഹൗസിൽ ഉണ്ടായതടക്കം, പയ്യന്നൂർ ഗാന്ധി പ്രതിമയ്ക്ക് നേരെ ഉണ്ടായതടക്കം, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിന് മുമ്പിൽ ഫ്ലെക്സ് ബോർഡ് പോയി, വണ്ടി അടിച്ച് തകർത്തു. ഇന്നലെ കള്ളം പറഞ്ഞു, ഇന്ന് വണ്ടി കാണുന്നില്ല, തെളിവില്ല, എന്തുവാട്ടെ. ഫ്ലെക്സ് ബോർഡ് പോയോ? കണ്ടോൺമെന്റ് ഹൗസിൽ കയറിയോ? ഗാന്ധി പ്രതിമ തകർത്തോ? ഒക്കെ തെറ്റ്, അനൗചിത്യം. ഇന്ത്യയുടെ മതനിരപേക്ഷ ചേരിയുടെ പ്രതീക്ഷയായ സഖാവ് പിണറായിക്കെതിരെ അക്രമമുണ്ടായാൽ പിന്നെ പറഞ്ഞു വന്നപ്പോൾ ഒറ്റക്കാരുടെ പ്രതി അവസാനിപ്പിച്ചുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച പേടിച്ചു പോകുന്ന KPCC പ്രസിഡന്റ് ആയ കാലത്ത് തോക്കും വെടിയുണ്ടയും കൊടുത്തു വിട്ടതാ കൊല്ലാൻ. ആരെ? ഈ LDF കൺവീനറെ, ഈ മുഖ്യമന്ത്രിയെ രോമത്തെ തൊടാൻ കഴിഞ്ഞോ? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരുമില്ലെന്ന്. നിങ്ങളുടെ KPCC പ്രസിഡന്റ് ഉണ്ടയും തോക്കും കൊടുത്തു വിട്ടിട്ട് RSS വില പറഞ്ഞു കേരള മുഖ്യമന്ത്രിയുടെ തലയ്ക്ക്. 10 രൂപ വില പറയാൻ കഴിയുന്ന ഒരു ശിരസ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിലുണ്ടോ യൂത്ത് കോൺഗ്രസ് നേതാവേ? എന്നിട്ടാണോ പിണറായിയുടെ ജീവന് വില പറയുന്നത്? RSSന് പോലും വേണ്ടാത്ത, ജീവിച്ചിരുന്നാൽ സംഘപരിവാരത്തിന് ലാഭമാകുന്ന രാഷ്ട്രീയ ശരീരങ്ങളാണ് കോൺഗ്രസിൽ അത്രയുമുള്ളത്. നിങ്ങളുടെ ശിരസിന് പോലും 10 കാശ് വില പറയാൻ പറ്റില്ല. എന്നിട്ടും കേരളത്തിലെ അധമ ഗുണ്ടാ സംഘത്തിന്റെ നേതാവ് തോക്കും കൊടുത്ത് ഉണ്ടയുമായി വിട്ടതാ. അന്ന് കഴിഞ്ഞിട്ടില്ല, അന്ന് പ്രതിരോധിച്ച് ചെറുത്തു തോൽപ്പിച്ചു തന്നു. പിന്നെ ഇപ്പോഴാണ് ഈ 2022 ആകാശത്ത് നടത്താൻ വേണ്ടി കയറി നോക്കിയതാണല്ലോ. ചെറുപ്പക്കാരായിരുന്നല്ലോ. 19 കേസിൽ പ്രതിയായ വധശ്രമ കേസിന്റെ നേതൃത്വമായ അരുമ സംഘത്തിന്റെ അധ്യാപക നേതാവ് എവിടെ പോയി? വിമാനത്താവളത്തിൽ. അപ്പോ ഈ പണിയൊക്കെ നന്നായി പോയി പഠിച്ചിട്ട് വാ, നമുക്ക് നോക്കാം കേട്ടോ യൂത്ത് കോൺഗ്രസ് നേതാവേ. ശ്രീ ഷഫീർ മറുപടി. സുഗുണം പോകരുത്,
ഇതിനകത്തൊരു കാര്യം നിങ്ങളുടെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. വാ കാണാം വാ. ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് നിരവധി തവണ പോയിട്ടുണ്ടെന്നും അദ്ദേഹവുമായിട്ടിരുന്ന് സംസാരിച്ചിട്ടുണ്ടെന്നും ഒരു പ്രതി വെളിപ്പെടുത്തുന്നു. അന്വേഷണം നടത്തിയിട്ടില്ല. പുതിയ കാര്യമായിട്ട് ഭാര്യയുടെയും മകളുടെയും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും കാര്യം പുതുതായിട്ട് പറയുന്നു. അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് യാഷ് കിരൺ എന്ന് പറയപ്പെടുന്ന ഒരു ഇടനിലക്കാരൻ പുറത്തു വരുന്നു. ആ ഇടനിലക്കാരൻ വേറൊരാളോട് ഫോൺ ചെയ്തിട്ട് പറയുന്നു, മുഖ്യമന്ത്രി ബിലീവേഴ്സ് ചർച്ചിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പണം അമേരിക്കയിലേക്ക് കടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ADGP MR അജിത് കുമാർ ഈ ഇടനിലക്കാരനെ വിളിച്ച് 32 തവണ വാട്സപ്പ് കോൾ ചെയ്യേണ്ട എന്താ ദുരൂഹത? എന്താ നമ്മള് നിങ്ങളുടെ പിണറായിയുടെ താങ്കളുടെ മുന്നിലേക്ക് ചില ചലഞ്ച് തന്നെ ശ്രീജയ്ക്ക് വെച്ചിട്ടുണ്ട്. അതിനോട് മറുപടി പറഞ്ഞു നിർത്തും. പറയട്ടെ 32 തവണ വാട്സപ്പ് കോൾ വിളിക്കാൻ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കാൻ ആരാണ് MR അജിത് കുമാറിനെ ചുമതലപ്പെടുത്തിയത്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? എന്താ MR അജിത് കുമാറിനെ എന്തായിരുന്നു വിളിക്കാൻ? ക്രമസമാധാനത്തിന് ചുമതലയുള്ള വിജയ് സാക്കറയുമായി ഈ പറയപ്പെടുന്ന എറണാകുളത്ത് 5 മണിക്കൂർ ആക്ഷേപത്തോടെ ശ്രീ ജയിക്ക് സംസാരിച്ചു വെച്ചിട്ടുണ്ട്. മറുപടിയില്ലേ? മറുപടി പറയാൻ താല്പര്യപ്പെടുന്നില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കുണ്ടല്ലോ സിംലയില് നിങ്ങൾ വലിയ തള്ളി മറിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഹിമാചൽ പ്രദേശിൽ ഒരാളുണ്ട്, ഒരു കൗൺസിലർ ഉണ്ട്. അത് പോയി കേട്ടോ, RSSകാരന്റെ കൂടെ പോയി. ആകെ ഹിമാചൽ പ്രദേശിൽ ഒരെണ്ണം ഉണ്ടായിരുന്നത്, അതും പോയി. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലേ. നിങ്ങൾക്ക് ഇനി 3 എണ്ണം ബാക്കിയുണ്ട്. രാഹുൽ ഗാന്ധി, നിങ്ങൾ നേരത്തെ ആക്ഷേപിച്ച് രാഹുൽ ഗാന്ധിയുടെ പണം വെച്ച് തമിഴ്നാട്ടിലോട്ട് പിടിച്ചത്. അടുത്ത പ്രാവശ്യം അതും കൂടി കൈകാര്യം ചെയ്ത് തരാം കേട്ടോ. അടുത്ത പ്രാവശ്യം അതും കൂടി കൈകാര്യം ചെയ്ത് തരാം. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഇപ്പോ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് BJP പുറത്തിറങ്ങുന്നില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ചയായി പ്രതിനിധികൾ വോട്ട് കൊണ്ടാ അറിയുമോ? 2 മിനിറ്റ് നിർത്തോടെ. നിർത്തോടെ. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് BJPക്ക് പ്രശ്നമില്ല. എന്താണെന്നറിയോ? നിങ്ങളുടെ മുഖ്യമന്ത്രിയും BJPയും തമ്മിൽ ധാരണയാണ്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ വരുന്നില്ല. പുതിയ വെളിപ്പെടുത്തൽ വന്നിട്ട് അന്വേഷിക്കുന്ന കാര്യം എന്താ? നിങ്ങളും RSSും തമ്മിൽ, അമിത്ഷായും തമ്മിൽ ധാരണയാണ്. എടാ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. BJP നിങ്ങൾക്കെതിരായിട്ട് ഒരു കാര്യം പറയാത്തതും BJPയുടെ മൗനവും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിണറായി വിജയൻ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും B ടീമാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണെന്ന് അറിയാം. പിന്നെ ഒരു കാര്യം, KPCC പ്രസിഡന്റ് EP ജയരാജനെ വിരട്ടിക്കളഞ്ഞു. അത് ജയരാജനോട് പോയി ചോദിച്ചാൽ മതി. ഒന്ന് രഹസ്യമായിട്ട് പോയിട്ട് ഡൽഹിയിരിക്കല്ലേ, ഇടയ്ക്കത് വിളിച്ചിട്ട് ചോദിക്കണം, ജയരാജ എങ്ങനെയുണ്ട് കെ സുധാകരൻ എന്ന് ചോദിച്ചാൽ പുറകിലൊന്ന് തടവിത്തരും. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. മുടി ഒന്ന് വകുതു തരും കേട്ടോ, ഒന്നേ വകുതു തരും. കയറി ഒന്ന് നോക്ക്. കെ സുധാകരനോട് കളിച്ചാലേ എങ്ങനെ ഇരിക്കുമെന്ന് ജയരാജൻ പറഞ്ഞു തരും. അത് ജയിക്കിന് പറഞ്ഞാൽ ജയരാജന് മനസ്സിലാവും. അല്ല ഒരു മിനിറ്റ്, EP ജയരാജന് എന്തോ ആവട്ടെ, EP ജയരാജനോട് ചോദിക്കണം എങ്ങനെയുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. കളിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും കേട്ടോ. ചോദിച്ചു നോക്ക്. നിങ്ങളും നിങ്ങളുടെ നയനാർ ഗവൺമെന്റും ഒരു മിനിറ്റ് ഇതെന്തൊരു ഏർപ്പാടാണ്? ഇയാൾക്ക് തോന്നിയ പോലെ വർത്താനം പറയാണെങ്കിൽ സമീപത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ പോയിരിക്കണം. ശൗര്യത്തെ കുറിച്ച് പറഞ്ഞു വിടരുത്. ഇത് പ്രമാദമായ ഒരു കേസാണ്. താങ്കൾക്കറിയാമല്ലോ EP ജയരാജൻ എവിടെ നിന്ന് എങ്ങോട്ട് വരികയായിരുന്നു, എന്താണ് സംഭവിച്ചത്, ആ കേസ് എന്താണ്? അപ്പൊ കെ സുധാകരൻ എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ ഇവിടെ തടവെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, അതിന് ഞാൻ പറഞ്ഞു വരട്ടെ. കെ സുധാകരനാണ് ഇത് കൈകാര്യം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റിമാൻഡ് ചെയ്യിച്ചല്ലോ. നിങ്ങൾ ആന്ധ്രാപ്രദേശ് കോടതി കൊണ്ടുപോയല്ലോ.
യൂത്ത് കോൺഗ്രസ് താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല ശ്രീ ഷഫീർ. നിങ്ങൾ ഒരുപാട് വേട്ടയാടിയല്ലോ. അല്ല, താങ്കൾ കുടുക്കി പോയിട്ടാണല്ലോ ശ്രീ ഷഫീർ. വേട്ടയാടിയല്ലോ. കൺവീനറെ കൊല്ലാൻ തോറ്റു കൊടുത്തത് ജയരാജനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഒരു സെക്കൻഡ് വിളിച്ച് ഷഫീർ ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക് ജയരാജനോട് ഒരു ചോദിച്ചാൽ second. പറഞ്ഞു തരും ആരാണ് സുധാകരൻ എന്ന് കേട്ടോ. അതെങ്ങനെ പറയും? അതെങ്ങനെ പറയും? അപ്പൊ ഈ പി പി ജയരാജൻ എന്ത് പറയും? കെ സുധാകരൻ അയച്ച ആളുകൾ ഉതിർത്ത വെടിയുടെയാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് പറയാ. നിങ്ങൾ ഒരുപാട് തവണ അതാണ് ശ്രീ ജയരാജൻ പറയാ. നിങ്ങൾ അതാണ് ഒരുപാട് പറയാ. കൊല്ലാൻ അങ്ങനെയാണോ കെ സുധാകരൻ വലിപ്പം ഇ പി ജയരാജൻ അറിയുക? നോക്കിയല്ലോ. നോക്കൂ, ഇത് ലളിതമല്ല. താങ്കൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യണം. ഒരു ആവേശത്തിന് കെ സുധാകരൻ ആരാണ് ജയരാജൻ അറിയാന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ പറയുക പറഞ്ഞാൽ കേസ് വേറെ ശ്രീ ഷഫീർ. അയ്യപ്പദാസ് ഒരു കാര്യം കേൾക്ക്. ജയരാജൻ പറഞ്ഞതായിട്ട് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞെന്താ, സുധാകരൻ അദ്ദേഹം പിന്നെ തോക്ക് കൊടുത്തുകൊണ്ട് ആളിനെ വിട്ടു, അങ്ങനെയുള്ള ആളാണ് സുധാകരൻ. എന്റെ മറുപടി, സുധാകരൻ ആരാണെന്ന് ജയരാജൻ അറിയാം. സുധാകരൻ എന്താണെന്ന് ജയരാജൻ അറിയാം. ഇവിടെ സുധാകരനെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയ എന്താണ് സുധാകരൻ അറിയാം. ഒരല്പം കൂടി കടത്തി യൂത്ത് കോൺഗ്രസ് അല്പം കൂടി കടത്തി പറയാം. ഒരു മിനിറ്റ് അല്പം കൂടി കടത്തി പറയാം. ആങ്കർ അത് കേട്ടതാണ്. അങ്ങയുടെ ആർക്കൈവിൽ ഉണ്ടാവുന്നതാണ്. തലയുടെ പുറകിൽ തടവി നോക്കാൻ പറഞ്ഞു. ഞാൻ കേട്ടല്ലോ ശ്രീ ജയിക്ക്. തലയുടെ പുറകിൽ തടവി നോക്കാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, നിങ്ങളത് പറഞ്ഞതാ. ആങ്കറാണ് പറഞ്ഞു. ആങ്കർ അത് കേട്ടതാണ്. ശ്രീ ജയിക്ക്, ഇതെന്താണ്? ഞാൻ നിരന്തരമായി ശ്രീ ഷഫീറുടെ കാര്യം ചോദിക്കുകയാണ്. ശ്രീ ജയിക്ക്, ഞാൻ നിരന്തരമായി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ശ്രീ ഷഫീർ, ഞാൻ ചോദിച്ചു, കെ സുധാകരൻ കേൾക്കുമ്പോൾ ഇ പി ജയരാജൻ അറിയും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? തലയുടെ പുറകിൽ ഇവിടെ തടവും. എന്ന് വെച്ചാ തലയുടെ പുറകിൽ എന്തായിരിക്കുന്നത്? അത് ഓർക്കണമെങ്കിൽ സുധാകരൻ ആരാണ്? ചുമ്മാ ഇടപെടില്ലേ? ഞാൻ പറയട്ടെ, കെ സുധാകരൻ ശ്രമിച്ചത് അദ്ദേഹം അംഗീകരിച്ചില്ലേ? നിങ്ങൾ ഓടിയില്ലേ? എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ലല്ലോ. ഇതൊന്നുമല്ല ശ്രീ ഷഫീർ. അല്ല, നോക്കൂ, താങ്കൾ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഒരു വലിപ്പം കാണിച്ച കെ സുധാകരന്റെ വലിപ്പം ജയരാജൻ അറിയാം എന്ന് പറയാനാണെങ്കിൽ അവിടെ പറിച്ചു വിടണം. ഇവിടേക്ക് കാണിച്ച കേസ് വേറെ ശ്രീ ഷഫീർ. ശ്രീ പി ജയരാജൻ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും ഈ വർഷങ്ങളായി അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് കെ സുധാകരന്റെ വലിപ്പം എന്താണെന്ന് ജയരാജൻ അറിയാം. കെ സുധാകരനെ കൊല്ലാൻ നടന്നവർക്ക് എങ്ങനെയാണ് ഞങ്ങൾ പ്രതിരോധിച്ചെന്ന് അറിയാം. പിന്നെ വെക്കാൻ ശ്രമിച്ചു. കെ സുധാകരൻ ഒരു പങ്കുമില്ല. പിന്നെ എന്തിനാ കെ സുധാകരൻ എന്ന് കേട്ടാൽ ഇ പി ജയരാജന് മനസ്സിലാവണം അയ്യോ അദ്ദേഹം വലിയ പുള്ളിയാണെന്ന്? അല്ല, അങ്ങനെയല്ല. നിങ്ങൾ കേക്ക്, വിക്രം ചാലിൽ ശശിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തല്ലോ, അയാളെ നിങ്ങൾ പിന്നീട് കൊന്നല്ലോ. നിങ്ങൾ ഈ കള്ളക്കേസ് പെടുത്തി സുധാകരൻ നിങ്ങൾ റിമാൻഡ് ചെയ്തല്ലോ, നിങ്ങൾ ജയിലിൽ ഇട്ടല്ലോ. ഒന്നും നടന്നില്ലല്ലോ. അറിയാം KPCC പ്രസിഡന്റ് ആരാണെന്ന്. ഇതല്ലേ പറഞ്ഞേ? അല്ല, KPCC പ്രസിഡന്റ് ആരാണെന്ന് അറിയണമെങ്കിൽ LDF തലയുടെ പുറകെ തടവി നോക്കണം. ആർക്കൈവിൽ ഉണ്ടായതാണ്. ഞാൻ അയ്യപ്പദാസിനോട് പറയുന്നു ഓർമ്മയുണ്ടാകണം. എത്രയോ തവണ കൊല്ലാൻ ശ്രമിച്ചു. എന്ത് വൃത്തികേടും ആളെ വെടിവെച്ച് കൊന്നു എന്നല്ല ഇത് ഈ സംവാദത്തിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. നോ 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 ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ശ്രമിച്ചു എന്നല്ല ഈ സംവാദത്തിൽ ചെയ്യുമെന്നല്ലേ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞോ? തലയുടെ പുറകെ അവിടെ പേനുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണോ അതോ ഡൈ ചെയ്തിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണോ? അയ്യപ്പദാസേ, അന്തസ്സ് വേണം. നിങ്ങളെ ഓർമ്മയുണ്ടാകണം, തലയിൽ വെച്ച് ഓർമ്മയുണ്ടാകണം. മനസ്സിലാവുന്നില്ലേ? അത്രയേ ഉള്ളൂ. കാര്യങ്ങൾ ഓർത്തെടുക്കണം. എത്രയോ തവണ അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചതും ഒന്നും നടന്നില്ലല്ലോ. ഒരു കോടതി അദ്ദേഹത്തെ കുറ്റക്കാരായിട്ട് കണ്ടില്ലല്ലോ. ശരി, ശ്രീ ജയിക്ക് മറുപടി അവസാനിപ്പിക്കാം. ഓർമ്മയുണ്ടാകണം, തലയിൽ തട്ടി ഓർമ്മയുണ്ടാകണം. അങ്ങനെ കണക്കാക്കിയ അതായത് തലയിൽ തട്ടി പഴയതെല്ലാം ഓർത്തെടുക്കണം. അങ്ങനെ കണക്കാക്കിയാൽ മതി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.